ഹലോ 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 പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യം ചർച്ച ചെയ്യാനാണ് ഇന്ന് സാർ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അല്ലേ, എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് വരുന്ന ഒരു ചോദ്യമാണ് വാഗ്മയ ചിത്രം തയ്യാറാക്കുക. എന്താണ് വാഗ്മയ ചിത്രം? നോക്കൂ, എഴുത്തുകാരൻ വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്. എഴുത്തിലൂടെ ഒരു എഴുത്തുകാരൻ തീർത്തെടുക്കുന്ന ഒരു ചിത്രം, അക്ഷരങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ഒരു ചിത്രമുണ്ട്, അല്ലെങ്കിൽ ഭാഷയിലൂടെ തീർക്കുന്ന, വാക്കുകളിലൂടെ തീർക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനെയാണ് വാഗ്മയ ചിത്രം എന്ന് പറയുക. അല്ലേ, വാഗ്മയ ചിത്രത്തിനൊരു ചിത്രത്തിൻ്റെ സ്വഭാവം ഉണ്ടാകും. ഒരു ചിത്രത്തിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നതാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്. വായനക്കാരന് ഒരു ചിത്രം പോലെ മനസ്സിൽ കാണാൻ കഴിയുന്നതിനെയാണ് വാഗ്മയ ചിത്രം എന്ന് പറയുക. ഇഷ്ടംപോലെ വാഗ്മയ ചിത്രങ്ങൾ നമ്മൾക്ക് കണ്ടതാണ്. ഏറ്റവും നല്ല വാഗ്മയ ചിത്രം ഏതാണെന്നറിയാം നിങ്ങൾക്ക്? കൃഷ്ണനെ കുറിച്ച് പാർത്ഥസാരഥി വർണ്ണനയുണ്ട്, എഴുത്തച്ഛൻ്റെ പാർത്ഥസാരഥി വർണ്ണനയിൽ, മഹാഭാരതം കിളിപ്പാട്ട് പാർത്ഥസാരഥി വർണ്ണനയിൽ കാതിലിളകുന്ന കടുക്കനെയും മൂക്കിൻ്റെ തുമ്പിൽ വന്ന് നിൽക്കുന്ന വിയർപ്പു കണങ്ങളെയും കുറിച്ച് എഴുത്തച്ഛൻ പറയുന്നൊരു ചിത്രമുണ്ട്. വാക്കുകൾ കൊണ്ട് വരച്ചിട്ട് ചിത്രമാണ്, പക്ഷെ നമുക്ക് ആ ചിത്രം മനസ്സിൽ കാണാൻ പറ്റും. ഇളകുന്ന കമ്മലും നെറ്റിയിൽ നിന്നും ഒലിച്ച് മൂക്കിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്ന വിയർപ്പ് തുള്ളികളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന, അതുപോലെ മയിൽപ്പീലി ഒരല്പം ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്, കിരീടത്തിലെ മയിൽപ്പീലി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായൊരു ചിത്രം നമുക്ക് ലഭിക്കും. അതാ എഴുത്തച്ഛൻ്റെ വാഗ്മയ ചിത്രം ഏറ്റവും മനോഹരമാണത്. അതുപോലെ ഇഷ്ടംപോലെ നമുക്ക് വാഗ്മയ ചിത്രം നിർമ്മിക്കാൻ സാധിക്കും. അല്ലേ, വീടിൻ്റെ നിർമ്മിക്കാൻ സാധിക്കും. എന്താണ്, ദൂരെ നിന്നും കാണുന്ന ആ കൊച്ചു വീട്, ആ കൊച്ചു വീടിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ഉയർന്നു നിൽക്കുന്ന കവുങ്ങ് മരം, ആ വീട്ടിലേക്കുള്ള മനോഹരമായ മണ്ണിട്ട വഴി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായൊരു വീടിൻ്റെ ചിത്രം കിട്ടും. അതുപോലെ വായനക്കാരന് കൃത്യമായ ഒരു ചിത്രം ലഭിക്കുന്നുവെങ്കിൽ അതിനെയാണ് വാഗ്മയ ചിത്രം എന്ന് പറയുക. ഓക്കെയാണോ മക്കളെ? ഇനി വാഗ്മയ ചിത്രം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഒരു 5 കാര്യം പ്രത്യേകിച്ച് എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വാഗ്മയ ചിത്രം വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിലൊന്ന്, എഴുതുന്ന ഭാഗം ചിത്രരൂപത്തിൽ മനസ്സിൽ തെളിയണം. അതാണ് പ്രധാന കാര്യം. നമ്മൾ എഴുതുമ്പോൾ തന്നെ അതാദ്യം നമുക്ക് മനസ്സിൽ തെളിയണം. എന്നാൽ തീർച്ചയായിട്ടും അത് വായിക്കുന്നവൻ്റെ ഉള്ളിലും തെളിയുന്നുള്ള. എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രം തെളിയണം, അത് വായിക്കുന്നവൻ്റെ ഉള്ളിലും തെളിയണം. പിന്നെയോ, ലളിതമായ ഭാഷ ഉപയോഗിക്കുക. വലിച്ചു നീട്ടി എന്താ പറയുക, കടുകെട്ടൻ വാക്കുകൾ ഉപയോഗിക്കുക, അങ്ങനത്തെ ഒന്നും വേണ്ട. ആകാശം ചുവന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്താണ്, ഗഗനം ചന്താമര പോലെ ചുവന്ന് തുടുത്ത് നിൽക്കുന്നൊന്നും പറയണ്ട. ആകാശം മനോഹരമായി അല്ലെങ്കിൽ ചുവന്നിരിക്കുന്നു എന്ന് പറയാം. അതായത് ഗഗനം, വിഹായസ് തുടങ്ങിയ പദങ്ങളൊന്നും അവിടെ ചേർക്കേണ്ട. വളരെ ലളിതമായ ആകാശം എന്ന ലളിതമായ പദം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഉദാഹരണമാണ്. അതുപോലെ നിങ്ങൾ ലളിതമായ ഭാഷയിലൂടെ വേണം വാഗ്മയ ചിത്രം തയ്യാറാക്കാൻ. കാരണം എന്താ, വളരെ ചെറുതായിരിക്കണം. വലിച്ചു നീട്ടി പറയുന്ന അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുന്ന ഒന്നും വാഗ്മയ ചിത്രമേ അല്ല. ആവർത്തനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വാഗ്മയ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യണം? ചെറുതായിരിക്കണം. വളരെ ചെറിയ രൂപത്തിൽ, വലിയ ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. വളരെ ചുരുക്കി അത് മനോഹരമായി വർണ്ണിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രമായി കിടക്കും. ഓക്കെയാണോ മക്കളെ? ആവർത്തനം പാടില്ല. അതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത്. ആവർത്തിച്ച് ഒരു വസ്തുവിനെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. വായനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളിപ്പോൾ ഉദാഹരണങ്ങൾ എന്താ പറയുക, ആകാശത്ത് കാണുന്ന ആ ചുവപ്പ് നിറം, ഒന്നിച്ച് പൂത്തു നിൽക്കുന്ന ഒരു ചെമ്പരത്തി മരം പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ അതെന്താ, ചെമ്പരത്തി മരവും ചെമ്പരത്തി പൂത്തു നിൽക്കുന്ന ചുവപ്പും ഒക്കെ എല്ലാവർക്കും അറിയാം. അല്ലേ, അതിന് പകരമായി ആകാശം ചുവന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇറ്റലിയിൽ കണ്ട ചുവന്ന പരവതാനി വിരിച്ച സ്ഥലമാണ് എനിക്ക് ഓർമ്മ വന്നതെന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യില്ല, എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. ലളിതമായ ഉദാഹരണങ്ങളിലൂടെ, എല്ലാവർക്കും പരിചിതമായ ഉദാഹരണങ്ങളിലൂടെ വേണം എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്താൻ
വാഗ്മയ ചിത്രം തയ്യാറാക്കാൻ. ഇത്രയൊക്കെയാണ് ഒരു വാഗ്മയ ചിത്രത്തിൻ്റെ രൂപം. ഞാൻ പല വാഗ്മയ ചിത്രം പറഞ്ഞു, അതിലൊന്നുകൂടെ ഞാൻ പറയാം. ഒരു ചെണ്ടക്കാരൻ്റെ മനോഹരമായ ഒരു വിവരണം ഞാനിവിടെ, ഒരു വർണ്ണന ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അരയിൽ വീതിയുള്ള കരയോട് കൂടിയ കസവുമുണ്ട്, അതിനു മുകളിൽ മുറുക്കിക്കെട്ടിയ രണ്ടാമുണ്ട്, നെറ്റിയിലെ വിയർപ്പിൽ നനഞ്ഞു കുതിർന്ന ചന്ദനക്കുറി, കഴുത്തിൽ തിളങ്ങുന്ന മാലയിൽ തടിച്ച ലോക്കറ്റ് ആടിക്കളിക്കുന്നു. നിവർന്നും കുനിഞ്ഞും നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് ഇരു കൈകളിലുമുള്ള കോലുകളാൽ ചെണ്ടപ്പുറത്ത് മേളപ്പെരുപ്പം തീർത്ത് അയാൾ കാണികളെ ആവേശം കൊള്ളിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലോക്കറ്റ് ഇളകും, കണ്ടില്ലേ? എന്നിട്ട് ഇങ്ങനെ കൊട്ടുന്ന ഒരു ചിത്രം കൃത്യമായി നമുക്ക് കിട്ടും അല്ലേ? ഇങ്ങനെയാണ് വാഗ്മയ ചിത്രം തയ്യാറാക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായിക താരത്തിൻ്റെയോ കലാകാരൻ്റെയോ വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് മിക്കവാറും വരാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും ഒരു കൃഷിഭൂമിയെക്കുറിച്ച് അല്ലെങ്കിൽ നിരന്നു നിൽക്കുന്ന വയലിനെ കുറിച്ചൊക്കെയുള്ള വാഗ്മയ ചിത്രം ഏത് വന്നാലും ഈ പോയിന്റിൽ നിന്നുകൊണ്ട് വേണം എൻ്റെ കുഞ്ഞുമക്കൾ എഴുതാൻ. അപ്പോൾ വാഗ്മയ ചിത്രം ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചിരിച്ചേ. ഓക്കെ ആണോ? ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം മക്കളെ. അതുവരേക്കും ബൈ.